ഗായ്സ്, നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? നമ്മളിപ്പോൾ ഉള്ളത് വാഗമണിൽ ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രോപ്പറായിട്ട്. അവിടെ കോട്ടൺ ഹിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടേജിലാണ് നമ്മൾ താമസം. എന്താ ആ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജ്. അപ്പോൾ അവിടെ 2 nights ആണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കിഡിലൻ ക്ലൈമറ്റാണ്. നോക്ക്, ഫുള്ള് കോട കണ്ടാ, കിഡിലൻ ക്ലൈമറ്റാണ്. അപ്പോൾ ഇവിടെ 2 night സ്റ്റേ ഉണ്ട്. നമ്മൾ ഫാമിലിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് പുറപ്പെട്ടത്. തൃശ്ശൂരിൽ നിന്ന് ഒരു 4-5 മണിക്കൂർ എടുത്തു ഇവിടെ എത്താനായിട്ട്. റൂട്ട് പറയുകയാണെങ്കിൽ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് നേരെ തൊടുപുഴ റൂട്ടിൽ മൂലമറ്റം KSRTC ഡിപ്പോ അവിടെ നിന്ന് റൈറ്റ് അവിടെ പോയിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ഉളുപ്പുണ്ണി എന്നാണ്. ഇവിടേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാൽ മതി. പിന്നെ ഈ പ്രോപ്പർട്ടി നമ്മൾ Airbnb വഴിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ദീപക് എന്ന് പറഞ്ഞ ഇതിൻ്റെ ഓണറിൻ്റെ പേര്. പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പുറത്ത് വേറെ ഹോട്ടൽസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഫുഡ് വേറെ വേണമെങ്കിൽ ഇവരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നറും ലഞ്ചൊക്കെ സെറ്റാക്കി തരും. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. കിഡിലൻ ലൊക്കേഷനാണ്. തണുപ്പ് അധികം ഇല്ല, പക്ഷേ ഈ പറയണ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ കോടയുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി കാരണം നോക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ട്. അപ്പം അതാണ് വിശേഷം. അപ്പോൾ ഇവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, കണ്ടാ, അപ്പം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. കണ്ടാ, നിറച്ച് കോടയായിട്ടാണ് നമ്മൾ വന്ന ടൈം കൊണ്ട് ഇവിടെ നിറച്ച് കോട. ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും കോട ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ നാരങ്ങ മരം. കണ്ടോ, ഉണ്ടായി പഴുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കഴിച്ചു നോക്കി വരണം. ഭയങ്കര പുളിയാണ്. കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ. നല്ല പുളിയുള്ള നാരങ്ങയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടമാണ്. കോട വന്ന് മൂടിയിരിക്കുകയാണ്. അവിടെയൊക്കെ നമുക്ക് തേയിലത്തോട്ടമുണ്ട്. പക്ഷെ കോട വന്ന് കിടക്കുന്ന കാരണം കൊണ്ട് കാണാൻ പറ്റാത്തതാണ്. കണ്ടാ, ഇത് പ്രോപ്പർട്ടിയുടെ വേറൊരു സൈഡ്. ലൈറ്റൊക്കെ ഇട്ടപ്പം കുറച്ചുകൂടി ഭംഗിയായി കാണാനായിട്ട്. കണ്ടോ, ഇത് അതിൻ്റെ സൈഡായിട്ട് വരും. നമ്മുടെ എൻട്രൻസ് വരുന്നത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് വന്നത്. അതായത് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള റൂമാണ്. ഇതിൻ്റെ ബാക്കിലും ഈ പറഞ്ഞ പോലെ തേയിലത്തോട്ടമാണ്. ഇവിടെ കോടയാണ്, ഫുള്ള് കോടയാണ്. ഇതാ, ഇത് ബാക്ക് സൈഡ്. അത് കിച്ചണാണ്. കിച്ചൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കിച്ചൺ നമ്മുടെ കെയർ ടേക്കർ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും. പറഞ്ഞാൽ മതി പുള്ളിയെടുത്ത്. അപ്പോൾ നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട്, കട്ടൻ. തണുപ്പത്ത് ചായ കട്ടൻ ഒന്ന് ആലോചിക്ക്, പൊളിയല്ലേ. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. അതിൻ്റെ ആടിയാട്ടാ വരുന്നത്. ഇത് കണ്ടോ, ഇതിന് ചുറ്റും നമുക്കിതുപോലെ മലനിരകളും കോടയൊക്കെ വന്നു തുടങ്ങി. ഇവിടെ വേറൊരു റിസോർട്ടുണ്ട്. ഇതിൻ്റെ പേര് കിട്ടുന്നാവോ ഞാൻ അറിയില്ല. ചുറ്റും ഈ പറഞ്ഞ പോലെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെയും തേയിലത്തോട്ടം. നമ്മുടെ പ്രോപ്പർട്ടി ഇതാ കാണുന്നതാണ് കേട്ടോ. പിന്നെ ചുമ്മാ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാ നടക്കാനായിട്ട്. കണ്ടോ, ഇതാണ് അപ്പം നമ്മുടെ സ്ഥലം. നമ്മൾ നടക്കാൻ ഇറങ്ങിയതാ ചുമ്മാ. എന്നിട്ട് ഇതാ നടന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ. നമ്മൾ ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു.
ഇങ്ങനെ നമ്മൾ കാറിൽ വന്നിട്ട് ആ ഗേറ്റിൽ കൂടെ വേണം അകത്ത് കിടക്കാനായിട്ട്. കുറച്ച് നടന്നപ്പോഴേക്കും കിണച്ചടി. കോട്ടൺ ഹിൽ ബംഗ്ലാവ്. ഇത് ഫുള്ള് നമുക്കൊരു ഫാമിലിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അവർ ബുക്ക് ചെയ്യുമ്പം വേറെ ആൾക്കാരൊന്നും വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നമുക്കൊരു കെയർ ടേക്കർ ഉണ്ടായിരിക്കും. ഡൊമിനിക് എന്നാണ് പുള്ളിയുടെ പേര്. ആ പുള്ളി നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരും. പുള്ളി ഇവിടെ ഒരു ഡിന്നർ ടൈം വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പുള്ളി പോവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫുള്ള് മലയാണ്. ഇതിന് ചുറ്റും തേയിലത്തോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള മലകളാണ്. ആ മലകളിലൊക്കെ നടുക്കിലായിട്ടൊരു കുഞ്ഞു കുന്നിൻ്റെ മേലെയാണ് ഈ റിസോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. റിസോർട്ടല്ല, കോട്ടേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം തന്നെ ഫുൾ ടൈം ഇതുപോലെ കോടയായിരിക്കും കേട്ടോ. ഇതിപ്പം നമുക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് കോട വന്നിട്ടുള്ളത്. കണ്ടോ, തൊട്ടടുത്തുള്ള ആളെ മാത്രം ജസ്റ്റ് ഒന്ന് കാണാമെന്നല്ലാണ്ട് ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ കോട നിറഞ്ഞിരിക്കുകയാണ്. കിടിലൻ സ്പോട്ടാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ 2-3 ദിവസം വെക്കേഷനൊക്കെ കിട്ടുവാണെങ്കിൽ 2 നൈറ്റിനൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്ത് വരുന്ന പോലെ നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇത് ഞാൻ Airbnb വഴിയാണ് ബുക്ക് ചെയ്തത്. ഞാൻ ബുക്ക് ചെയ്തപ്പം 2 നൈറ്റ്സിന് 22,000 വന്നത്. അതിൽ 10,000 അഡ്വാൻസ് കൊടുത്തു. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് വരുന്നത്. 3 ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത്. ഫുഡ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ പറഞ്ഞാൽ മതി. കെയർ ടേക്കറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് തരും. കെയർ ടേക്കർ ഇവിടെ ഒരു ഈവനിങ് ഒരു 8 മണി വരെയൊക്കെ ഉണ്ടായിരിക്കും. ഡിന്നർ സെർവ് ചെയ്തിട്ട് പുള്ളി പോവും ഇവിടുന്ന്. പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇവിടെ. അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നാളെ രാവിലെ നമ്മൾ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ പ്ലാൻ ഉണ്ട്. അറിയില്ല, നല്ല മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പം പുറത്തിറങ്ങില്ല, ഇവിടെ തന്നെ ആയിരിക്കും. കോടയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ കാണുന്ന കോടയ്ക്കുള്ള തണുപ്പില്ല കേട്ടോ, അതാണ് വേറെ ഹൈലൈറ്റ്. തണുപ്പ് അധികം നമുക്കില്ല. അപ്പോൾ എൻ്റെ ഡ്രസ്സ് തന്നെ കണ്ടില്ലേ, ഞാൻ നോർമൽ ഒരു കോട്ടൻ്റെ ഷർട്ടും ജീൻസ് ഇട്ടാണ് നിൽക്കുന്നത്. വലിയ തണുപ്പില്ല, പക്ഷേ കോട അത്യാവശ്യത്തിന് നല്ല കോടയുണ്ട്. അടിപൊളി. നമ്മൾ കുറേ നാൾ വർക്കൊക്കെ ചെയ്തിട്ട് ഒരു ബ്രേക്കൊക്കെ എടുക്കാനായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം, പൊളി സ്ഥലം. നമ്മൾ മാത്രം ഉള്ള ഒരു പ്രൈവറ്റ് കോട്ടേജ്. അവിടെ നിന്ന് കയറി വന്ന് ഇവിടെ കാർ പോർച്ച് കേട്ടോ. ഇത് നമുക്ക് അകത്തേക്ക് കയറാം. ആടി ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പേർക്ക് കിടക്കാം. ഒരാൾക്ക് കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് ഇസബൽ ക്ലെയർ. ഇവിടെ മറ്റേ തീയിൻ്റെ പരിപാടി ഉണ്ട്. പക്ഷെ അത് കത്തിക്കില്ല എന്നെനിക്ക് തോന്നണേ. ഇവിടെ ഒരു വലിയ ബെഡ്റൂം. ലൈറ്റ് ഇട്ടോട്ടെ. എന്താ വലിയ ബെഡ്റൂം. ഈ ബെഡ് നമ്മളിപ്പോൾ കൊണ്ട് ഇട്ടതാട്ടോ ഇവിടെ ഒരാൾക്ക് കിടക്കാനായിട്ട്. അവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇത് ഡൈനിങ് റൂം. ഡൈനിങ് റൂമിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ബെഡ്റൂം ഉണ്ടോ. അത്യാവശ്യം വലിയ ബെഡ്റൂം കേട്ടോ. ബാത്റൂം കാണിച്ചേക്കാം. ബാത്റൂം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നമുക്ക് വലിയ ബാത്റൂം കണ്ടാ. ഇവിടെ അവിടെ കിച്ചണാണ്. നമുക്ക് ഇങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കിച്ചൺ നമുക്ക് യൂസ് വരുന്നില്ല കിച്ചണിൻ്റെ. ഇത് കിച്ചണാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഹാൻഡ് വാഷ്, ഒരു ഫ്രിഡ്ജ് ഉണ്ട്, ചെയേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ, ഡൈനിങ് ടേബിള്. ഇത് വേറൊരു ബെഡ്റൂം. അത് ഇസബൽ ക്ലെയർ. പിന്നെയും ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്.
ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടാണ്. ഇന്നലെ ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെയായി. കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വ്യൂ ട്ടാ. രാവിലെ നല്ല തണുപ്പായിരുന്നു. എണീറ്റപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. ഇവിടെ കെയർ ടേക്കർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചായയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കണം. ഇത് നമ്മുടെ ബാക്ക് സൈഡ് ഇട്ടാ. ഇന്നലെ കണ്ടില്ലേ ആ ഒരു കിച്ചണും അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ നേരം വെളുത്തു. നമ്മളിത് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലാവരും റെഡി ആയിട്ട് വണ്ടിയിൽ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകണമെന്നാണ് പ്ലാൻ ചെയ്യണത്. അറിയില്ല, നോക്കട്ടെ. നമുക്കവിടെ തിരക്കാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. ഇവിടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് അടിപൊളിയാക്കാം. നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോയതാ. എന്നിട്ട് പക്ഷേ ശരിക്കും കാണാൻ പറ്റിയില്ല. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അപ്പോൾ അത് കാരണം ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റിയില്ല. പക്ഷേ നമ്മളവിടെ നിന്ന് യൂ ടേൺ എടുത്ത് വന്ന് ഫുഡൊക്കെ കഴിച്ച് വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് പതുക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി അത് കഴിഞ്ഞ് പതുക്കെ പള്ളിയും കഴിഞ്ഞ് നേരെ റൂമിൽ പോകാനാണ് പരിപാടി. അപ്പോൾ നല്ല അടിപൊളി കോടയും അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ അവിടെ. ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് പുള്ളിക്കാനം. അവിടെയാണ് നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ജംഗ്ഷൻ ഉണ്ടാ, പുള്ളിക്കാനം ജംഗ്ഷൻ. ഇവിടെ നമ്മൾ ചായ കുടിച്ച് പതുക്കെ പള്ളിയൊക്കെ ഒന്ന് കണ്ട്, മഴ കാരണം നേരത്തെ പള്ളിയിൽ കയറാൻ പറ്റിയില്ല. അപ്പം മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം പതുക്കെ പുള്ളിക്കാനം ജംഗ്ഷനിലെത്തി. അവിടെ ഒരു ഗേറ്റ് കണ്ട, ആ ഗേറ്റിൻ്റെ പറഞ്ഞ് പുള്ളിക്കാനം എസ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടെ ബംഗ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല. എസ്റ്റേറ്റ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. തേയില തോട്ടം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അതിന് മുൻപായിട്ടാണ് ഈ പറഞ്ഞ ജംഗ്ഷൻ വരുന്നത്. കോട ഉണ്ടോ, എന്തിട്ട് കോട അല്ലേ. ഇത് ഫുൾ ടൈം ഇങ്ങനെയാണ് കേട്ടോ, മഴയും കോടയും. മഴ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ മഴ, കോട. KSRTC ബസ് വന്നിട്ടുണ്ട് ജംഗ്ഷനിലേക്ക് കണ്ടോ. ഈ ഭാഗത്ത് ചെറിയൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ടോ, പുള്ളിക്കാനം പോസ്റ്റ് ഓഫീസ്. അടിപൊളിയല്ലേ കാണാനായിട്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നാൽ പോസ്റ്റ് ഓഫീസും സ്കൂൾസൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. പള്ളികളും ഇതുപോലെ ഹൈ റേഞ്ച് ഏരിയസിൽ വന്നു കഴിഞ്ഞാൽ.
അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ചെക്കൗട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ബൈ ദ ബൈ ഗുഡ് മോർണിംഗ്. ഇത് രണ്ടാമത്തെ ദിവസമാണ്, മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ 2 നൈറ്റ് സ്റ്റേ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് പോകുമ്പോഴേ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുരിശുമല എന്ന് പറഞ്ഞിട്ടൊരു ഡയറി ഫാം ഉണ്ട്. കുറേ അച്ഛന്മാരൊക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ്. അവിടെ പള്ളിയും പിന്നെ അവർ പശുക്കളെ വളർത്തുന്നുണ്ട്, കുറേ ഫാം പോലെ. അപ്പോൾ അത് കാണാൻ പറ്റിയാൽ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ലോങ് ഹോളിഡേയ്സ് ഉള്ള വീക്കെൻഡ്സിൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. വാഗമണ്ണിൽ ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ അപ്പോഴൊന്നും ഇത്രയും തിരക്ക് നമ്മൾ അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി നിങ്ങൾ വരുമ്പോഴായാലും ലോങ് വീക്കെൻഡ്സിൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഹില്ലി ഏരിയസിൽ വരുമ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ട്രാഫിക് കാരണം. കുറേ നേരം നമ്മൾ ബ്ലോക്കിൽ കിടന്നു. ഗ്ലാസ് ബ്രിഡ്ജ് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമ്മൾ വേറൊരു വ്ളോഗിൽ കാണിക്കാം. ഇപ്പം നീ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ നല്ല ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്തു. ഇപ്പോൾ ഈ വാഗമണിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന റിസോർട്ടല്ല, ഈ കോട്ടേജ് ആയാലും നിൽക്കുന്ന ഏരിയ അടിപൊളിയാണ്. കണ്ടില്ലേ, ഞാൻ ഇന്നലെ കുറേ കാണിച്ചായിരുന്നു. അടിപൊളി ഏരിയ ആണ്. അപ്പോൾ ഇതിനടുത്തൊക്കെ നമ്മൾ നടന്നും കാര്യങ്ങളൊക്കെ കണ്ട് സൂപ്പറായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നേരെ ഈ പറഞ്ഞ കുരിശുമല എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്ക് പോകും. അവിടെ ഈ അച്ഛന്മാരുടെ ചെറിയൊരു പള്ളിയും പിന്നെ അവർ നടത്തുന്ന ഒരു ഫാം ഹൗസൊക്കെ ഉണ്ട്. അവിടെ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ, മെയിൻലി പാല്, തൈര് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്നാണ് യാത്ര പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അവിടത്തോടു കൂടി വ്ളോഗ് അങ്ങോട്ട് അവസാനിപ്പിക്കാം. പിന്നെ വഴിയിൽ എന്തെങ്കിലും കാഴ്ചയുണ്ടെങ്കിൽ അതും കാണിക്കാം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും വീടിൻ്റെ അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതുണ്ടോ ഈ സ്ഥലമൊക്കെ നമ്മുടെ റിസോർട്ടിന്, നമ്മുടെ കോട്ടേജിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് കേട്ടത്. നമ്മുടെ കോട്ടേജിൽ നിന്ന് ഞാൻ കുറച്ച് ദൂരം നടന്നു. നമ്മുടെ കോട്ടേജ് ഇത് ആ ഭാഗത്തായിട്ട് വരും. അപ്പോൾ അതിന് ചുറ്റും ഇതുപോലെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ ചുറ്റും മലകളാണ്, അതാണ് മെയിൻ അട്രാക്ഷൻ. ഈ മലകളുടെയൊക്കെ നടുക്കിലായിട്ടാണ്, ഈ ഒരു പോയിന്റിലായിട്ടാണ് നമ്മുടെ കോട്ടേജ് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും നല്ല കാറ്റും നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചുമ്മാ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാട്ടോ. അവിടെ നിന്ന് ഞാൻ കോട്ടേജ് കാണിച്ചു തരാം നമ്മുടെ. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറിയിരിക്കുകയാണ്. നമ്മുടെ കോട്ടേജ് വരുന്നത് ഇതുണ്ടോ, അതാണ് നമ്മുടെ കോട്ടേജ്. നമ്മുടെ കാറ് കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഒരു വണ്ട് എന്തോ ഒരു സാധനം ഉരുട്ടിക്കൊണ്ട് പോകുന്ന, അത് ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ, നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. ഇവിടുത്തെ ജീവികൾക്കൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. നോക്ക്, എല്ലാത്തിലും ഒരു ഓവർ സൈസാണ്. പാറ്റയായാലും പല്ലി ആയാലും എന്ത് ജീവിയാണെങ്കിലും ഓവർ സൈസാണ്. കണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ട്. അപ്പോൾ നമ്മളിവിടെ ആശ്രമത്തിലെത്തിയിരിക്കുകയാണ്. കുരിശുമല ആശ്രമം അച്ഛന്മാരെ നടത്തുന്നത്. അവിടെ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് അങ്ങോട്ട് കയറാം. അവിടെ ശബ്ദം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് നോക്കിയിട്ട് വരാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, കുറച്ച് ദൂരം നടക്കാണ്ട് കേട്ടോ നമുക്ക്.
അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അച്ഛന്മാർക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഹിന്ദു കൾച്ചറായിട്ട് കുറച്ച് സാമ്യമുണ്ട് ഇവരുടെ ഈ ക്രിസ്ത്യൻ ദേവാലയത്തിനും അവിടുത്തെ ശുശ്രൂഷകൾക്കൊക്കെ. ഞാൻ മുന്നൊരുക്കി വന്നിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്ഥാപകൻ്റെ ശവകുടീരാന്ന് തോന്നുന്നു. ചെറിയൊരു ചാപ്പലും ശവകുടീരായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഫ്രാൻസിസ് ആചാര്യ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ നടക്കുന്ന വഴിയുടെ സൈഡിലായിട്ട്. നമ്മളപ്പോൾ അതിൻ്റെ അകത്തേക്ക് കടന്നിട്ടാ. കണ്ടോ, പശുക്കൾക്ക് കൊടുക്കാനുള്ള ഫാമും പരിപാടികളൊക്കെ ഉണ്ട്. കണ്ടോ, പശുവിനെ വളർത്തുന്ന സ്ഥലമാണിത്. കണ്ട, അവിടെ ഇപ്പോൾ മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ പുൽത്തകിടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈക്കോല് സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. അതേ പശുവിന് കൊടുക്കാനുള്ള പുല്ലിട്ടേക്കണം. അവിടെ വലിയൊരു ഡയറി ഫാം ഉണ്ട്. നമുക്ക് അതിനകത്തേക്ക് പ്രവേശനം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോഴും കടത്തിയില്ല. നമുക്ക് പറ്റുമോ നോക്കാം. കണ്ട, ഇതാണ് കുരിശുമല ആശ്രമത്തിലുള്ള ഡയറി ഫാം. നമ്മൾ നേരത്തെ കണ്ട പാലുണ്ടാക്കുന്ന ഫാക്ടറിയാണത്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴിയുണ്ട് ആശ്രമത്തിലേക്കും പള്ളിയിലേക്കൊക്കെ ആയിട്ട്. ഉണ്ടോ, ഇതിൽ കൂടെ നമ്മൾ നടന്നിട്ട് പള്ളിയിലേക്കുള്ള വഴിയാണിത്. ഈ ആശ്രമത്തിൻ്റെ ഉള്ളിൽ ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനാണ് വന്നേക്കണം. നോക്ക്, മീനുകൾ നോക്ക്. ഇതൊരു പ്രത്യേക ടൈപ്പ് സന്യാസ ജീവിതം കൊണ്ട് നടക്കുന്ന കുറേ ആശ്രമവാസികളുടെ സ്ഥലമാണത്. അപ്പം ഇവരൊരു 10-15 പേര് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആശ്രമമാണത്. ഇവിടെ നമുക്കങ്ങനെ അധികൊച്ചത്തിൽ സംസാരിക്കാനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊരു മിണ്ടാമടം എന്നാണ് പുള്ളി പറഞ്ഞത്, ഈ അച്ഛൻ പറഞ്ഞത്. ഒരു അച്ഛനെ കണ്ട് സംസാരിച്ചായിരുന്നു. മിണ്ടാമടമാണ്, അധികം സംസാരം ഉണ്ടാവില്ല ഇവിടെ. പിന്നെ കുറച്ചൊക്കെ ഹിന്ദു കൾച്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ക്രിസ്ത്യൻ സംഭവങ്ങളുണ്ട്, പക്ഷേ അവർ ഹിന്ദു ഒരു കൾച്ചറും അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം ധ്യാനത്തിനുള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്.
അങ്ങനെ നമ്മുടെ ട്രിപ്പ് കൂടെ അവസാനിച്ചുട്ടാ. നമ്മൾ ലാസ്റ്റ് കുരിശുമലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ബാക്കിൽ കാണുന്നത്, അത് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് വിടുകയാണ്. ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു, ചെറിയ വ്ളോഗായിരുന്നു, അധികം ലെങ്ത് ഇല്ല. പിന്നെ പോൺസിയും ഈ വ്ളോഗിൽ അധികം ഉണ്ടായിരിക്കില്ല. ഞാൻ തന്നെയായിരിക്കും മെയിനായിട്ട് നിങ്ങൾ കാണുന്നത്, എന്നെ തന്നെയായിരിക്കും. പിന്നെന്താണ്, പരിപാടിയൊക്കെ അടിപൊളിയായി. നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും വന്നപ്പോഴേ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നതാണ് വാഗമണിലേക്ക്. അതുകൊണ്ട് കുഞ്ഞൊരു വ്ളോഗാണിത്. എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം. പിന്നെന്താ, പിന്നെ അടുത്തൊരു ട്രിപ്പ് പോകുമ്പം ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.